മോണോലോഗ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സുരഭി. എന്ത് കഥാപാത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്? ഇത് NN പിള്ള സാറിൻ്റെ ക്രോസ് ബെൽറ്റ് പറഞ്ഞ നാടകത്തിലെ പട്ടാളം ഭവാനി പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ അതിൽ ഏത് സന്ദർഭമാണ് ചെയ്യുന്നതെന്നുണ്ടോ? അവരുടെ ഭർത്താവ് പിന്നെ തളർന്ന് കിടക്കുകയാണ്. മകള് ജോലിക്ക് പോകുമ്പോൾ വൈകുന്നേരം നേരം വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പറയുന്ന ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങളല്ലേ, അതും പരസ്പര ബന്ധമില്ലാത്തത്. എഴുന്നേൽക്കൂ, നേരം വെളുത്തു, എഴുന്നേൽക്കൂ. ഞാൻ പട്ടാളം ഭവാനി. ഞാൻ കണ്ടോ രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സ്വച്ഛന്തമായി നിൽക്കുന്നത്. എഴുന്നേൽക്കൂ, നോക്കൂ, കുട്ടികൾ ഉണർന്നു, പക്ഷികൾ പാടി, സമസ്ത ചരാചരങ്ങളും ജഗന്നിയന്താവിനെ വാഴ്ത്തി. ആരായി ജഗന്നിയന്താവ്? അതാരെങ്കിലും ആവട്ടെ, അയാളെ വാഴ്ത്തി. എന്നിട്ടും കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ദേ ഒറ്റ കൈ ഞാനിപ്പോ പ്രയോഗിക്കും. ചത്ത് കിടക്കുന്നവനെ വരെ എഴുന്നേൽപ്പിക്കാനുള്ള വിദ്യ ഈ പട്ടാളം ഭവാനിയുടെ കയ്യിലുണ്ട്. പ്രയോഗിക്കാൻ പോവുക. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ. ഓ, അതുകൊണ്ടും രക്ഷയില്ലല്ലോ. വിശപ്പറിയാണ്ടിരിക്കാനാ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വെറും വിശപ്പാണോ? രാഷ്ട്ര വിശപ്പല്ലേ, രാമരാജ്യ രാഷ്ട്ര വിശപ്പ്. മിണ്ടല്ലേ, മിണ്ടല്ലേ. അതെ, ഞാൻ എൻ്റെ വയറിൻ്റെ ഭംഗി നോക്കുക. എല്ലാവരും മുഖം നോക്കും, ഞാൻ എൻ്റെ വയറ് നോക്കും. അതാ തത്വം. അയ്യോ, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, നോക്കൂ, എനിക്ക് വിശക്കുന്നു. നമുക്ക് എന്താരും ഒന്നും തരാത്ത? വഴിയുണ്ട്, വഴിയുണ്ട്. ഞാനേ കേന്ദ്രത്തിലോട്ടൊന്ന് വിളിക്കാൻ പോവാ. കേന്ദ്രം, കേന്ദ്രം. ഹലോ, ഹലോ. കേന്ദ്രമാണോ? ഇത് പട്ടാളം ഭവാനി, ആലപ്പുഴന്ന്. മനസ്സിലായോ? തൽക്കാലം ഞങ്ങൾക്ക് നല്ല വിശപ്പാ. വല്ലതും ഉണ്ടാവോ തിന്നാൻ? ഈശ്വരാ, അതെ, പത്മഭൂഷൺ തരാന്ന്. അയ്യോ, അത് വേണ്ട, അത് തിന്നാൻ കൊള്ളൂല. ഞങ്ങൾക്ക് അരി മതി, അരി. കേന്ദ്രം ഫോണൊരേറ്. ഈ പട്ടാളം ഭവാനിയോടാ കളി. മനുഷ്യന്മാർ കേട്ടില്ലെങ്കിലേ
ഞാൻ ദൈവത്തെ വിളിക്കും, ദൈവത്തെ. ഓ, നിമിഷം പ്രതി കോടിക്കണക്കിന് വിളി അങ്ങ് ചെല്ലുകയല്ലേ. അതുകൊണ്ട് ദൈവത്തെ പെട്ടെന്നൊന്നും വിളിച്ചാൽ കിട്ടൂല. നേരത്തെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. ആ, അപ്പോൾ ബുക്ക് ചെയ്യല്ലേ? ബുക്ക് ചെയ്യാം. ആ, ഹലോ ഹലോ, സ്വർഗത്തിലെ ഫോൺ ഓഫീസാണോ? ആ, ഇത് പട്ടാളം ഭവാനിയാ. എനിക്ക് ഒടയ തമ്പുരാനോടൊന്ന് സംസാരിക്കേണ്ടിയിരുന്നു. നമ്പരോ? അതെ, നമ്മുടെ നമ്പർ എത്രയാ? അയ്യോ, ഞങ്ങൾക്ക് നമ്പരില്ല. ഏത് നമ്പർ വിളിച്ചാലും ഈ പട്ടാളം ഭവാനിയെ കിട്ടും. ശരി, കേട്ടോ, സമയാകുമ്പോ വിളിക്കാതെ. അത്ഭുതം, അത്ഭുതം. അതെ, നോക്കി, എനിക്കിപ്പോ വിശപ്പില്ല. ഒരു മരപ്പ, നല്ല സുഖം. നിങ്ങൾക്കോ? വെരി വെരി ഗുഡ്, നോ ഡൗട്ട്, എക്സലന്റ്. ഒരു വട്ടായിട്ടാണല്ലോ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ശരിക്കും എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഐബ്രൗസ് ലിഫ്റ്റ് ചെയ്യണത്, അതുപോലെ ലൗഡായിട്ട് അഭിനയിക്കുന്നത്, എല്ലാം ഈ ക്യാരക്ടറിന് വേണ്ടി ഓക്കെയാണ്. പക്ഷേ സുരഭിയുടെ ബ്രില്യൻസ്, വളരെ ബ്യൂട്ടിഫുൾ ടൈമിങ്ങും നല്ല കോമിക് സെൻസും, അതിനെ ആൾക്കാരിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ അത് ചിരിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറേയൊക്കെ എനിക്ക് ചിരിക്കാണ് ഞാൻ ഇരുന്നത്. എന്നുവെച്ചാൽ സുരഭി, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സുരഭി വളരെ സ്വീറ്റ് ഗേൾ, വളരെ ക്വയറ്റായിട്ട് ഭവ്യതയോടെ ഇങ്ങനെ കേൾക്കണം. പക്ഷേ പെർഫോം ചെയ്യുമ്പോൾ യു ആർ എ ടൈഗ്രസ്. ഭയങ്കര അതൊരു നല്ല ബ്യൂട്ടിഫുൾ ഫാക്ടറാണ്. വെരി ഗുഡ് സുരഭി, ഐ എം വെരി ഹാപ്പി. വെരി ഹാപ്പി. സുരഭിയുടെ ഗ്രാഫിൽ കയറ്റമായിട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ വഴുതി പോകാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് ഈ പട്ടാളം ഭവാനി എന്ന് പറയുന്നത്. അത് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അടൂർ ഭവാനി ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത്. അവർ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വേർഷൻ വേറൊരു വേർഷനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നേരിട്ട് കാണുന്നത്. ഞാൻ നാടകവും കണ്ടിട്ടുണ്ട്. അതെല്ലാം എല്ലാ പെർഫോമൻസും നല്ല പെർഫോമൻസിന് നന്നായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണത്. അത് സുരഭി അസലായിട്ട് ചെയ്തു. ഐ എം സോ ഹാപ്പി. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. എനിക്കും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് ദ എൻഡ്. ആ ഫിനിഷിങ് കുറച്ചുകൂടെ സുരഭിക്ക് നന്നാക്കാമായിരുന്നു. എന്നുവെച്ചാൽ സുരഭി അങ്ങോട്ട് റിലാക്സ് ആയപ്പോഴാണ് അയ്യോ ഇത് കഴിഞ്ഞു എന്നുള്ളൊരിത്. വി വർ എക്സ്പെക്ടിങ് സംതിങ്. ആ ഒരു ഫിനിഷിങ് അവിടെ വന്നില്ല. അതർവൈസ് ഇറ്റ് വാസ് വെരി ഗുഡ്. വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്.